പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിക്ക് നിയമസഹായം ഉൾപ്പെടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ യുവതിയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഈ കുട്ടിയുടെ കുടുംബത്തിന് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്? ക്രിസ്റ്റീന, ഇത്തരം കൊടിയ പീഡനം നേരിട്ട യുവതിക്ക് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സഹായം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നേരത്തെ അവർ 24-നോട് വെളിപ്പെടുത്തിയ പ്രകാരം പോലീസിൽ നിന്ന് വരെ കൃത്യമായ രീതിയിലുള്ള അവഗണന ഈ യുവതി നേരിട്ടു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നു, ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. വനിതാ ശിശു വികസന വകുപ്പ് നിയമസഹായം ഉൾപ്പെടെ ഈ യുവതിക്ക് നൽകുമെന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട കാര്യം. ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയെന്നും വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു അറിയിപ്പിലുണ്ട്. അതായത് ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ യുവതിയുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കൗൺസിലിംഗ് അടക്കം നടത്താനുള്ള തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും നിയമസഹായങ്ങളും നൽകാനുള്ള ഒരു തീരുമാനം കൂടി നിലവിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നിലവിൽ ഈ മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നാണ് വനിതാ ശിശു വികസന വകുപ്പ്, അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജും പറയുന്നത്. വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്.